പ്ലസ് ടു കൊമേഴ്സ് ഫാമിലി. നിങ്ങളുടെ എക്സാം ടൈമിങ് എത്തിയല്ലേ? അപ്പോൾ എക്സാം പ്രിപ്പറേഷൻ്റെ ടൈമിലായിരിക്കും നിങ്ങളെല്ലാവരും. അപ്പോൾ എക്സാമിന് വളരെയേറെ ശ്രദ്ധിക്കേണ്ട, നമ്മൾ അത്ര ഇഗ്നോർ ചെയ്ത് വിടുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വലിയ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടാവില്ല, പക്ഷെ നമുക്ക് മാർക്ക് ഈസി ആയിട്ട് എഫേർട്ട്ലെസ്ലി നേടിയെടുക്കാൻ പറ്റുന്ന പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് 3, 4, 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ബിസിനസ് സ്റ്റഡീസിലെ നമ്മുടെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ 3, 4, 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ ആൻസർ ചെയ്യാം എന്നൊരു സംഭവമാണ് ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യനിലൂടെ അങ്ങ് പഠിച്ചു പോവാം അല്ലേ? എങ്ങനെയാണ് ഷോർട്ട് എസ്സേ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം അല്ലേ? അപ്പോൾ ഒരു ക്വസ്റ്റ്യനിലൂടെ നോക്കാം. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. ഇപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് 2 മാർക്ക് മുതൽ 5 മാർക്ക് വരെ ചോദിക്കാനാണ് ചാൻസ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് 3 മാർക്കിന്, 4 മാർക്കിന്, 5 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ വെച്ചുകൊണ്ട് ഏതൊരു ക്വസ്റ്റ്യനും തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ MCQ ക്വസ്റ്റ്യൻ ഈ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, 2 മാർക്കിന് ഈ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, 3 മാർക്കിനും മോസ്റ്റ് പ്രോബബ്ലി ഇത് എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. 4 മാർക്കിനും 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന സമയത്തും അതുപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യനും ചോദിക്കുന്ന സമയത്താണ് നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ട് തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് 2 മാർക്കിനും 3 മാർക്കിനും ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. 4 മാർക്കിനും 5 മാർക്കിനുമാണ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് ചോദിച്ചെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ, അതായത് സ്റ്റാർട്ട് വിത്ത് എ ഡെഫിനിഷൻ. പല ആൾക്കാരും പ്ലാനിങ്ങും അതുപോലെ തന്നെ ഏതൊരു ടേം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കും. അപ്പോൾ അത് 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടില്ല എങ്കിൽ ഒരു വിഷമമാണ് അല്ലേ? ഞാൻ പഠിച്ചു, അത് എവിടെയെങ്കിലും ഒന്ന് എഴുതണ്ടേ? അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റിയൊരു അവസരമാണ് ഈ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? പ്ലാനിങ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. അത് മാത്രം എഴുതിയാൽ മതി. അതല്ലെങ്കിൽ എന്താണ്? ദാറ്റ് ഇൻവോൾവ്സ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദം. ഓക്കെ, ഇത് മാത്രമായിട്ട് എഴുതാം. അല്ലെങ്കിൽ പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ പ്ലാനിങ്ങിനെ പറ്റിയിട്ടുള്ള. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെയൊക്കെ എക്സാം പേപ്പറിൽ കൊള്ളിക്കാൻ പറ്റുമോ അത് എങ്ങനെ വെറുതെ വാരി വലിച്ച് എഴുതരുത്. 2 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതരുത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആ ഒരു മാർക്ക് കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള ആൻസേഴ്സ് ഒക്കെ കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് മൊത്തമായിട്ട് കൊടുക്കരുത്, ഏതെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അങ്ങനെ വേണം നിങ്ങൾ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ നോക്കേണ്ടത് റൈറ്റ് ഹെഡിങ് അണ്ടർലൈൻഡ്. അപ്പോൾ നമ്മളെപ്പോഴും ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫീച്ചേഴ്സ് കുറച്ച് പോയിന്റ്സ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞ് ആ പോയിന്റ്സ് ആദ്യം തന്നെ ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ ഇൻവിജിലേറ്റർ അല്ലെങ്കിൽ ഇൻവിജിലേറ്റർ അല്ല, പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും ഈ കുട്ടി ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, ഫീച്ചേഴ്സ് അറിയാം. അപ്പോൾ എന്താണ്, ചിലപ്പം ആ ഒരു പോയിന്റ്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ആ പോയിന്റ്സ് നിങ്ങൾ എഴുതി വെക്കുക. 3 മാർക്കിനാണെങ്കിൽ 3 പോയിന്റ്സ്, 4 മാർക്കിനാണെങ്കിൽ 4 പോയിന്റ്സ്, 5 മാർക്കിനാണെങ്കിൽ 5 പോയിന്റ്സ്. അത് ആദ്യം തന്നെ എഴുതി വെക്കുക, ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ റൈറ്റ് പ്രിസ്ക്രൈബ്ഡ് പോയിന്റ്സ് ഫ്രം NCERT. നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടാവുക NCERT ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. NCERT നിന്നുള്ള ക്വസ്റ്റ്യൻസേ അധികവും ഒരു 95% അല്ലെങ്കിൽ ഒരു 90% NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങളത് പഠിച്ചാൽ മതി. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്ങിൽ വരുന്നത്. പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്, പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്, പ്ലാനിങ് ഈസ് പെർവസീവ്. ഇതൊക്കെ ആദ്യം തന്നെ നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുക. 5 മാർക്കിനൊക്കെ ആണെങ്കിൽ 5 പോയിന്റ്സ് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് എഴുതുക. 3 മാർക്കിന് 3 പോയിന്റ്സ്, 4 മാർക്കിന് 4 പോയിന്റ്സ്. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി, ഒന്നുകിൽ പോയിന്റ്സ് എഴുതുക അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് എഴുതുക. അങ്ങനെയാണെങ്കിൽ 4 പോയിന്റ്സ് അവിടെ എഴുതിയാൽ മതി, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട്. വെറുതെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ യൂസ് സിമ്പിൾ ഇംഗ്ലീഷ്. നിങ്ങളേതായിട്ടുള്ള ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി. നമ്മുടെ വാല്യൂ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി. കടുകട്ടി ഇംഗ്ലീഷോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ആഡ് എക്സാമ്പിൾ വേർ പോസിബിൾ. നമുക്ക് ഏറ്റവും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് എഴുതുക എന്നുള്ളത്. അപ്പോൾ പ്ലാനിങ് ഈസ് പെർവസീവ് ഒരു പോയിന്റ് ആണ് അല്ലേ? പ്ലാനിങ് ഈസ് പെർവസീവ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും പ്ലാനിങ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എല്ലായിടത്തും പ്ലാനിങ് ഉണ്ട് അല്ലേ? ടോപ്പ് മാനേജ്മെന്റ് ആയിക്കോട്ടെ, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആയിക്കോട്ടെ, ലോവർ ലെവൽ മാനേജ്മെന്റ് ആയിക്കോട്ടെ, 3 സ്ഥലത്തും എന്തുണ്ട്, പ്ലാനിങ് ഉണ്ട്
അല്ലേ? അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണെങ്കിൽ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ മൊത്തം പ്ലാനിങ് ആണ് അവിടെ നടക്കുന്നത്, അത് എഴുതാം, അതൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ മിഡിൽ ലെവൽ മാനേജ്മെന്റിലാണെങ്കിൽ എന്താണ്, ഒരു ഡിപ്പാർട്ട്മെന്റൽ പ്ലാനിങ് ആണ് അവിടെ നടക്കുന്നത്. ലോവർ ലെവൽ മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ ഡേ ടു ഡേ ഓപ്പറേഷൻസ്, ഡേ ടു ഡേ പ്ലാനിങ് ആണ് അവിടെ നടക്കുന്നത്, അത് എക്സാമ്പിൾ ആണ്. ആ എക്സാമ്പിൾ വെച്ച് എഴുതുമ്പോൾ നോക്കുന്ന ആളെന്താ, ഈ കുട്ടിക്ക് ഇതെല്ലാം അറിയാം അല്ലേ, എക്സാമ്പിളൊക്കെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ ഈ കുട്ടി ഈ ഒരു കോൺസെപ്റ്റിൽ ഫുൾ കോൺഫിഡൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ എക്സാമ്പിളൊക്കെ വെച്ച് എഴുതാൻ പറ്റുന്നത് എന്നുള്ളൊരു ഇത് വരും, ഒരു തോട്ട് വരും. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ മാർക്ക് വീഴും. അപ്പോൾ എപ്പോഴും നിങ്ങൾ എഴുതുന്ന സമയത്ത് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് എഴുതാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ എൻഡ് വിത്ത് എ കൺക്ലൂഷൻ കൊടുത്തുകൊണ്ട് എൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എസ്സേ ക്വസ്റ്റ്യൻസിനൊക്കെ എപ്പോഴും നമ്മൾ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ 4 മാർക്കിനും 5 മാർക്കിനും ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കൺക്ലൂഷൻ കൊടുക്കുക. ഇത് മൊത്തം ഓരോ എക്സാമ്പിൾസ് ആണ്, ഈ എല്ലാ കൺക്ലൂഷനും കൂടി കൊടുക്കണ്ട. നമ്മൾ ക്വസ്റ്റ്യൻ തന്നെ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ദസ് പ്ലാനിങ് ഈസ് എസെൻഷ്യൽ ഫോർ എഫക്റ്റീവ് മാനേജ്മെന്റ്, അത് എഴുതി അവിടെ നമുക്കത് അവസാനിപ്പിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഇങ്ങനെ എപ്പോഴും ക്വസ്റ്റ്യൻസ് എന്താണോ ആ ക്വസ്റ്റ്യൻസിനനുസരിച്ച് വേണം ആൻസർ ചെയ്യാനായിട്ട്. പല ആൾക്കാർക്കും നന്നായിട്ട് പഠിച്ചിട്ട് മാർക്ക് വരുന്ന സമയത്ത് അല്ലേ, ആൻസർ ഷീറ്റ് വരുന്ന സമയത്ത് മാർക്ക് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസിനനുസരിച്ച് ആൻസർ ചെയ്യുന്നില്ല എന്നതാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ എന്താണോ അതിനനുസരിച്ച്, ക്വസ്റ്റ്യൻ എത്ര മാർക്കാണോ അതിനനുസരിച്ച് വേണം ആൻസർ ചെയ്യാനായിട്ട്. എപ്പോഴും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നോട്ട് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വരാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.